രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആര് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അയാൾ രക്ഷപ്പെടാൻ അയാളെ സഹായിച്ചത് ആരെന്ന ചോദ്യമുണ്ടായിരുന്നു. അയാൾ രക്ഷപ്പെട്ട ചുവന്ന പോളോ കാർ ആരുടേതാണ് എന്ന ചോദ്യമുണ്ടായിരുന്നു. ആ കാർ സൂക്ഷിച്ചത് ആരാണ് എന്ന ചോദ്യമുണ്ടായിരുന്നു. പല ചോദ്യങ്ങൾക്കും ഉത്തരമാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ട ചുവന്ന പോളോ കാർ സൂക്ഷിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവാണെന്ന് സൂചന. കാർ സിനിമാ നടിയുടേതെന്നാണ് കണ്ടെത്തൽ. നടിയെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. രാഹുൽ പാലക്കാട് ജില്ല വിട്ടത് മറ്റൊരു കാറിലാണ്. പാലക്കാട്ടെ ഫ്ളാറ്റിലെ കെയർടേക്കറെയും ഇന്ന് ചോദ്യം ചെയ്യും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും മുമ്പ് അറസ്റ്റ് ചെയ്യാനാണ് SITയുടെ നീക്കം. ഇക്ബാൽ റൈക്കലും ഹരിയും നമുക്കൊപ്പമുണ്ട്. ആദ്യം ഇക്ബാലിലേക്ക്. ഇക്ബാൽ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഈ ചുവന്ന പോളോ കാറിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് എന്നതാണോ പോലീസ് കരുതുന്നത്? ഈ കാർ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ സഹായത്തോടു കൂടിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചത്? എന്താണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്? രാഹുലിനെ രക്ഷപ്പെടുത്തിയതിന് പിന്നിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ സഹായമുണ്ടോ? അരുൺകുമാർ, ഈ ചുവന്ന പോളോ കാറിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നലെ മുതൽ പുറത്തു വരുന്നത്. അതൊരു സിനിമാ താരത്തിന്റെ കാറാണെന്നുള്ള കണ്ടെത്തലിലേക്ക് ഉൾപ്പെടെ SIT സംഘം നീങ്ങുകയും ചെയ്തു. ഈ കാർ എപ്പോൾ പാലക്കാട് എത്തി, ഇത് എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നുൾപ്പെടെയാണ് പിന്നീട് അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഏതായാലും ഈ കാർ സൂക്ഷിച്ചിരുന്നത് പാലക്കാട്ടെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ഏതായാലും അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഈ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലുണ്ടായിരുന്ന കാർ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ MLA ഓഫീസിന്റെ പരിസരത്തേക്ക് എത്തുന്നു. പിന്നീട് വ്യാഴാഴ്ച വൈകിട്ട് ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന വിവരത്തിന് ശേഷം പിന്നീട് രാഹുലിന്റെ ഫ്ളാറ്റിന് സമീപത്തേക്ക് ഈ കാർ എത്തുകയും ആ കാറിലാണ് ഫ്ളാറ്റിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് SIT സംഘം. പാലക്കാട്ടെ കണ്ണാടിയിലെയും എല്ലാം വിവിധ CCTV ദൃശ്യങ്ങൾ SIT സംഘം ശേഖരിച്ചിരുന്നു. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഈ കാറിന്റെ സഞ്ചാരപാത കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് ഇന്നലെ മുതൽ തന്നെ SIT സംഘം കടക്കുകയും ചെയ്താണ്. അപ്പോഴും SIT സംഘം പറയുന്നത് രാഹുൽ പാലക്കാട് ജില്ല വിടുകയാണെങ്കിൽ ഈ കാർ ഉപയോഗിച്ചിട്ടില്ല, പകരം സുഹൃത്തിന്റെ മറ്റൊരു കാറിലാണ് രാഹുൽ പാലക്കാട് ജില്ല വിട്ടിട്ടുണ്ടാവുക എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് SIT സംഘം കടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് ഈ പോളോ കാർ എങ്ങോട്ട് പോയി? അപ്പോഴും ഈ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ഈ സഹായം ഈ കാർ ഒളിപ്പിക്കുന്നതിലും ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെ SIT സംഘം അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ ചുവന്ന പോളോ കാർ, സിനിമാ താരം, അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഇവരെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കിടക്കും. കൂടുതൽ തെളിവുകൾ ലഭിക്കാൻ, കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ MLA ഓഫീസിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനുമുള്ള നീക്കത്തിലേക്കും SIT കിടക്കും. ഇന്ന് തന്നെ രാഹുലിന്റെ ഫ്ളാറ്റിലേക്ക് എത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. ഇതിനിടയിൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടുന്ന ദിവസത്തെ ഈ ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ എങ്ങനെ നശിപ്പിക്കപ്പെട്ടു, അത് എങ്ങനെ കാണാതായി എന്നുൾപ്പെടെയുള്ള പരിശോധനയും പാലക്കാട്ടെ പോലീസ് ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഇതിനുവേണ്ടി SIT സംഘം കെയർടേക്കറെ ഉൾപ്പെടെ, ഈ ഫ്ളാറ്റിലെ കെയർടേക്കറെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. ഇന്ന് തന്നെ കെയർടേക്കറിൽ നിന്ന് ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കും. ഫ്ളാറ്റിലെ ജീവനക്കാർ ഇത്തരത്തിലൊരു പോളോ കാർ ഈ ഫ്ളാറ്റിലേക്ക് എത്തിയതായും പിന്നീട് പെട്ടെന്ന് തന്നെ ഈ പോളോ കാർ ഫ്ളാറ്റിൽ നിന്ന് പുറത്തു പോയതായി ഈ SIT സംഘത്തിനോട് മൊഴി നൽകിയെന്ന രീതിയിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും രക്ഷപ്പെട്ട വ്യാഴാഴ്ച ഈ ചുവന്ന പോളോ കാർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുന്നത്തൂർ മേടിലുള്ള ഫ്ളാറ്റിൽ എത്തിയിരുന്നു എന്നതാണ് ഇപ്പോൾ സെക്യൂരിറ്റി നൽകുന്ന വിവരം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് ഈ ചുവന്ന പോളോ കാറിലാണ് എന്നത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണോ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ട ദിവസത്തെ ഈ വീഡിയോ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ? തീർച്ചയായും അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഫ്ളാറ്റിലേക്ക് കണ്ണാടിയിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഫ്ളാറ്റിലേക്ക് കയറിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ താഴത്തെ നിലയിൽ വെച്ച് തന്നെ, പാർക്കിംഗ് ഏരിയയിൽ വെച്ച് തന്നെ കാറിൽ നിന്ന് മാറി ഈ കാറിൽ കയറി സഞ്ചരിച്ചതാണോ, രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ആ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി ആര് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ SIT സംഘം ശേഖരിച്ച് പരിശോധന നടത്തിയത്. പക്ഷേ അപ്പോൾ വ്യാഴാഴ്ച ദിവസത്തെ കൃത്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതെല്ലാം ഒരുപക്ഷെ നശിപ്പിക്കപ്പെട്ടതായിരിക്കും എന്നുള്ളതും പോലീസ് സംഘം കരുതുന്നുണ്ട്. അതെല്ലാം എങ്ങനെയാണ് ഇല്ലായ്മയിലേക്ക് പോയത്, ഈ ദൃശ്യങ്ങളെല്ലാം എവിടെ പോയി എന്നെല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഏതായാലും ഈ കെയർടേക്കറെ കേന്ദ്രീകരിച്ച് അന്വേഷണം, കെയർടേക്കറിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഏതായാലും SIT സംഘവും പാലക്കാട്ടെ പോലീസും എല്ലാം കടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാൻ സഹായിച്ച കോൺഗ്രസ് നേതാവിന്റെ മൊഴി കൂടി ഒരുപക്ഷെ പോലീസ് എടുത്തേക്കേണ്ടി വരില്ലേ ഇക്ബാൽ?
തീർച്ചയായും ഇന്ന് അത്തരത്തിലുള്ള നടപടികളിലേക്കായിരിക്കും ഒരുപക്ഷെ SIT സംഘം കടക്കുക. SIT സംഘം ഇപ്പോൾ ഏതായാലും രണ്ടായി തിരിഞ്ഞ് രാഹുലിന് വേണ്ടി ഒരു സംഘം തമിഴ്നാട്ടിലും ഒരു സംഘം പാലക്കാടും കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. ഇന്നലെ നമ്മൾ തേങ്കുറിശ്ശിയിലും കുഴൽമന്നത്തും എല്ലാം ഇത്തരത്തിൽ SIT സംഘം ഈ പരിശോധന നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതിനോടൊപ്പം തന്നെ അവർ ഈ മുതിർന്ന കോൺഗ്രസ് നേതാവ്, അതിനോടൊപ്പം തന്നെ രാഹുലിന്റെ ഈ MLA ഓഫീസിലെ ജീവനക്കാർ, പ്രത്യേകിച്ചും ഏറ്റവും അവസാനം രാഹുൽ ഈ കണ്ണാടിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുമ്പോഴെല്ലാം രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന 2 MLA ഓഫീസിലെ ജീവനക്കാരാണ്. അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, അവരിൽ നിന്ന് മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നും ഉണ്ടാവും. പ്രത്യേകിച്ചും ഈ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം. കാരണം ഈ പോളോ കാറ് രാഹുലിന്റെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തു പോയെങ്കിലും പിന്നീട് ഈ കാറ് എങ്ങോട്ട് പോയി, അത് പിന്നീട് എവിടേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും SIT സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിന് കൃത്യമായ ഒരു ഉത്തരം ഈ മുതിർന്ന കോൺഗ്രസ് നേതാവിന് നൽകാൻ കഴിയുമെന്നൊരു നിഗമനത്തിലേക്കാണ് ഈ SIT സംഘം കടക്കുന്നത്. അതുകൊണ്ട് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കും. ഇദ്ദേഹത്തിൽ നിന്ന് ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ മൊഴിയെടുപ്പും ഉണ്ടാവും. താങ്ക് യു.